അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ? അൽഹംദുലില്ലാ നമുക്കിവിടെ സുഖമായി പോണു. അപ്പം ഇന്ന് നമ്മൾ അടുക്കളയിൽ ഒരുപാട് കൂട്ടാനുള്ള ദിവസമാണ്. അപ്പം എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം. വീഡിയോനെ പറ്റിയിട്ട് നല്ല അഭിപ്രായങ്ങളാണെങ്കിലും എന്തേലും പോരായ്മകളാണെങ്കിലും അത് നിങ്ങൾ കമൻറ്റ് എഴുതി അറിയിക്കുക. അപ്പം നമ്മളിതാ പതിവ് പോലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. കോഴിപ്പാട്സ് ഇന്നലെ രാത്രി കൊടുന്നതാണ്. പിന്നെ കൂന്തൾ ഇന്നലെ കൊടുന്നത് അത് നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പുട്ടാണ് ചായക്ക് കടി. അപ്പം പിന്നെ അതാ മമ്പയറും മുതിരിമ്പാടെ ഉണ്ടോ ഞാൻ പെരിക്കെടുത്തിക്കണത്. മുതിര തേയില ഇണ്ണിത്തണ്ടും മുതിരയാണ് വെക്കല്. അപ്പം ഞാൻ ഇങ്ങനെ ആയാലും ലേസം മമ്പയറും മുതിരക്കണ്ട് അടുപ്പത്ത് വെക്കട്ടെ. അപ്പം ആദ്യം അതാണ് അടുപ്പത്ത് വെക്കണത്. ലേസപ്പിട്ടുങ്ങാണ്ട് അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചോറിനുള്ള വെള്ളം ഇപ്പുറത്ത് അടുപ്പത്തും വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് നേരാക്കി എടുക്കണം. ഇണ്ണിത്തണ്ടൊക്കെ ഒന്ന് നുറുക്കി വെക്കട്ടെ കേട്ടോ. എന്താ എണ്ണക്കുപ്പിയൊക്കെ കാലിയാണ്. അതാണ് ആ കവർമ്മ കൂടെ അങ്ങോട്ട് കൊളുത്തി പോന്നിട്ടുണ്ട്. എണ്ണ ഉണ്ടെങ്കിൽ പോവും ചെയ്തിരുന്നു. അങ്ങനെ ഞാൻ ആദ്യം അതായി ഇണ്ണിത്തണ്ടൊന്നും അങ്ങോട്ട് നുറുക്കി എടുക്കുകയാണ്. മമ്പയർ വേവുമ്പത്തിന് ഇതങ്ങോട്ട് നുറുക്കി ശരിയാക്കട്ടെ വെച്ചിട്ടാണ്. അപ്പം ഞാൻ എങ്ങനെ ആയാലും വട്ടത്തിൽ അരിഞ്ഞിട്ടല്ല എടുക്കണത്. നിറച്ചാരുണ്ട്. പക്ഷെ നമുക്ക് ഈ ഇണ്ണിത്തണ്ടൊന്നും നിങ്ങളെല്ലാവരും കിട്ടുമ്പോൾ തിന്നളുണ്ടു. നമ്മളെ പള്ളക്കേടൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടാൻ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മളെ പള്ളൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ കെട്ടി കിടക്കുന്നുണ്ടെങ്കിൽ അത് പോരാനും ആരെടുക്കാൻ വെച്ചെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈർക്കിൽ എന്തെങ്കിലും ഈ പച്ച ഈർക്കിലൊക്കെ കൊടുത്തിട്ട് ഒന്നിങ്ങനെ പൊട്ടിച്ച് ചീന്തിയിട്ട് ഇതിലൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്ക് പോന്ന് കിട്ടും ചെയ്യും. കുറച്ചൊക്കെ ആരും മൂരൊക്കെ കണ്ട് എടുത്തു. കുറച്ചൊക്കെ അതിലുണ്ട്. അതൊന്നും കുഴപ്പമില്ല. പള്ളേ ചെന്നാൽ കേടുണ്ടെങ്കിലേ നമുക്ക് ഇടങ്ങറുള്ളൂ. പള്ളേ ചെന്നാൽ നല്ലതാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല. പിന്നെ വെന്താലൊന്നും അറിയില്ല. അങ്ങനെ ഒരു 2-3 വിസിൽ കുക്കർ അടിച്ചിരുന്നു. അത് ഓഫാക്കിയിട്ടു. അപ്പത്തിന് ഇണ്ണിത്തണ്ട് നുറുക്കൽ കഴിഞ്ഞ് അതൊക്കെ കെഗ്ഗി കൊടുന്ന് വെച്ചതാ. അത് അയക്കാണ്ട് ഇട്ടുകൊടുത്ത് 2 പച്ചമുളകും ലേസപ്പൊക്കെ ഇട്ടുകൊടുത്ത് ഒന്നങ്ങോട്ട് കുടഞ്ഞ് വെക്കുക. വെള്ളം പാരിയേ വേണ്ട കേട്ടോ. ഇണ്ണിത്തണ്ടിൽ നല്ല വെള്ളം ഉണ്ടാവും. പയറൊക്കെ ഒന്നാണ് മേലക്കാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ലേസം ഉള്ളി നുറുക്കട്ടെ. ചോറ് വേവാനായിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഈ ഉള്ളി വാട്ട അടുപ്പത്ത് വെച്ചിട്ട് എന്താണ് ഇറച്ചി നേരാക്കാനും പോവാലോ എന്ന് കരുതിങ്ങാണ്ടാണ്. അപ്പോൾ ഉള്ളി ഞാനിതാ കുനുകുനേനാണ് അരിഞ്ഞത്. നമുക്ക് മുട്ടക്കോഴിയാണ് കേട്ടോ കിട്ടിയിരിക്കണത്. മുട്ടക്കോഴി നല്ല വരട്ടി പോലെ അങ്ങോട്ട് ഉണ്ടാക്കാൻ ഒരുങ്ങാണ്. അങ്ങനത്തെ ചോറ് മാങ്ങി വെച്ചു. ചോറതാ വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതാ ഈ ചട്ടി അടുപ്പത്ത് വെച്ച് ലേസം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ലേസം വലിയ ജീരകം അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അത് നല്ലോണം പൊട്ടി പൊരിഞ്ഞപ്പോൾ ലേസം വേപ്പിൻ്റെലയും അതുപോലെ ഇതാ 2 വെല്ലുള്ളി എടുത്തിരുന്നു. അതും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ ഉള്ളിയാണെങ്കിൽ 2 എണ്ണം മതി. ചെറുതാണെങ്കിൽ 2-3 എണ്ണം വേണ്ടി വരുള്ളൂ. പിന്നെ ഞമ്മക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് മസാല അങ്ങോട്ട് കൂട്ടുക. അപ്പം അങ്ങനെയൊക്കെയാണ്. എനിക്കിന്ന് തോനൊന്നും വേണ്ട. കാരണം കൂന്തളും ഉണ്ട് കോഴിപ്പാടുസും ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ 2 വെല്ലുള്ളിയും 2 തക്കാളി അങ്ങോട്ട് എടുത്ത് അടുപ്പത്ത് വെച്ച് അതൊന്നും അങ്ങോട്ട് മൂടി വെച്ച് തിരിച്ച് നല്ലോണം അങ്ങോട്ട് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ ഈ കോഴിപ്പാട്സ് നേരാക്കാം. പക്ഷേ ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല സുഖമാണ് കേട്ടോ. ഇതിൻ്റെ നെയ്യൊക്കെ നല്ലോണം അങ്ങോട്ട് പോരും. അപ്പം മുട്ടയുണ്ട് കേട്ടോ അതിൽ. അപ്പം ഞാനിതാ ഇത് നല്ല അങ്ങോട്ട് എടുക്കണം. ഇനി നുറുക്കി കഴിഞ്ഞിട്ട് കാണിച്ച് തരണ്ട്. ഇതൊക്കെ നല്ലപോലെ നേരാക്കി എടുത്താലാണ് നമുക്ക് നല്ലപോലെ തിന്നാൻ പറ്റുള്ളൂ. ഒരു അറപ്പാണല്ലോ നേരാക്കിയിട്ട് അധികം കൊണ്ടല്. നേരാക്കാതെ അങ്ങനെ കൊണ്ടല്ലിതാ. ഇത് അന്തിക്കായതുകൊണ്ട് ആ കടക്കാരൻ കൊടുത്തത് അത്ര. അപ്പം അങ്ങനെ എടുത്ത് പോന്നത്. അതങ്ങനെ കൊടുന്ന് ഫ്രിഡ്ജിലാണ് വെച്ചു. നേരം വെളുത്തപ്പം തന്നെ എടുത്തു. നേരാക്കിയിട്ടാ കൊടുന്നുകൊണു വെച്ചാൽ ഇന്നത് എടുക്കൂല കേട്ടോ. കാരണം എന്താ വെച്ചാൽ അപ്പം നാളെ എടുക്കുകയുള്ളൂ. ഇതിപ്പോൾ നേരാക്കാതെ കൊടുന്നത് തോനൊന്നും ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ അതൊക്കെ നേരാക്കൽ കഴിഞ്ഞിട്ട് കാണിച്ച് തരാം. അതൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ കണ്ടില്ല വാടി ഇല്ലാണ്ടയക്കണ്. അപ്പോൾ അതിക്ക് മസാല അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി, ലേസം ഇറച്ചി മസാലയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ലേസം കാശ്മീരി മുളക് പൊടി അധികത്തിൽ ഇടലുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കണതല്ല. അപ്പോൾ നല്ലപോലെ കളർ ഉണ്ടായിക്കോട്ടെ വെച്ചിട്ടാണ്. പിന്നെ അത് കേടൊന്നുമില്ല കേട്ടോ. നമ്മൾ എന്താ കളർ ഇടണ മാതിരിയല്ല. കാശ്മീരി മുളക് പൊടി എല്ലാവരും ചേർക്കണത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അയക്കും അതേ ഞാൻ ലേസം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം വാട്ടിയതിൻ്റെ ശേഷം നമ്മളിതാ കോഴിപ്പാട്സ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുട്ടക്കോഴി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. വേവാനും നല്ല നേരം വേണം. പക്ഷെ ഞാൻ കുക്കറിലല്ല കേട്ടോ വെക്കണത്. ഞാൻ ചട്ടിയിൽ അങ്ങോട്ട് വെക്കുകയാണ്. കുക്കറിൽ വെച്ചാലും കുഴപ്പമില്ല, ചട്ടിയിൽ വെച്ചാലും കുഴപ്പമില്ല. ഞാൻ ചട്ടിയൊക്കെ അങ്ങോട്ട് ഇടുന്നു. നിറച്ചങ്ങോട്ട് വെള്ളം പാർന്നിട്ടുണ്ട്. ഇനി അത് വറ്റോളം അങ്ങോട്ട് കടന്ന് കത്തട്ടെ. പിന്നെ നമ്മൾ കുക്കറൊന്നുകൊണ്ട് തുറന്ന് നോക്കി. അപ്പം നമ്മളെ ഇണ്ണിത്തണ്ടും ഇതൊക്കെ നല്ലോണം വെന്ത് കിട്ടി. നല്ലോണം വെള്ളമൊക്കെ വറ്റിയിരുന്നു. അപ്പം അതങ്ങോട്ട് മാങ്ങി വെച്ച് നമ്മളിതാ വേറൊരു ചട്ടി അങ്ങോട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്.
കൂന്തൾ ഉണ്ടാക്കാനാണ്. അപ്പം അതിൻ്റെ മുന്നേ ആ ചട്ടിയിൽ ഞാനിതാ ഇതൊന്ന് കടു പൊട്ടിക്കുന്നുണ്ട് കേട്ടോ, നമ്മൾ എണ്ണിത്തണ്ടും മമ്പയറൊക്കെ. അപ്പം അതിക്ക് ലേശം വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചതും കടുകും ഇട്ട് കൊടുത്ത് ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു, ഒരു പൊടി വേപ്പിൻ്റെ ഇലയും ഒരു 2-3 ഉണക്കമുളക് അങ്ങോട്ട് എടുത്ത് നല്ലോണം അങ്ങോട്ട് മൂത്തിട്ട് നമ്മൾ ചട്ടിക്ക് അങ്ങോട്ട് കൂട്ടാനിട്ട് കൊടുത്തിട്ട് കേട്ടോ. കാരണം കുറച്ച് നേരം ആ എണ്ണയെ കടന്നൊന്നും ഇങ്ങോട്ട് ശരിയായി കിട്ടട്ടെ. തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് ഒന്നങ്ങോട്ട് മൂടി വെക്കുക കേട്ടോ. വല്ലാതെ വെള്ളമൊന്നുമില്ല, വെറുതെനല്ല നല്ലത്, കൊയേനാണ് നമ്മളിങ്ങനത്തെ കൂട്ടാൻ രസം ഉണ്ടാവുള്ളൂ. അങ്ങനെ അതൊന്നും അങ്ങോട്ട് മൂടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഞാനിതാ നമ്മൾ ഇറച്ചിച്ചട്ടി ഒന്നങ്ങോട്ട് തുറന്ന് കാണിച്ചു തരാം. നല്ലോണം വെള്ളം വറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ ലേശം മല്ലിച്ചപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം അടുപ്പത്ത് വെക്കട്ടെ, അത് ചൂടാറുമ്പോൾ ഒന്നും പാടുണ്ട് കുറുകും കേട്ടോ. അപ്പം നമ്മൾ മുട്ടക്കോഴിയുടെ പാർട്സ് വേറൊരു പ്രത്യേക രസമാണ്. അങ്ങനെ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഞാൻ ആ ചട്ടിയിലത്തെ കൂട്ടാനൊക്കെ ഒഴിച്ചു ചട്ടിയൊക്കെ മോറിതാ അടുപ്പത്ത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. കൂന്തൽ ഉണ്ടാക്കുക, കൂന്തൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നുണ്ട്. അപ്പം ആദ്യം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കൂന്തൽ ഉണ്ടാക്കാൻ എപ്പോഴും വെളിച്ചെണ്ണ എടുക്കുക. അതിക്ക് നമ്മൾ 3 ഏലക്കായും ഒരു 2-3 പൊട്ട് കറാമ്പൂ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ അത് മൂത്ത് വന്നപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. അത് മൂത്ത് വന്നപ്പോൾ ഒരു 5-6 പോണ ചെറുള്ളി ഇട്ട് കൊടുത്തു. അതും ചെറുതായി വാടിയപ്പോൾ ഞാനിതാ ഒരു 2 വെല്ലുള്ളി എടുത്തുങ്ങാണ്ട് നുറുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നീളത്തിലാട്ടോ നുറുക്കിയിട്ടുള്ളത്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ നമ്മൾ ഇഷ്ടം പോലെ നുറുക്കാൻ ഞാൻ നീളത്തിൽ കനല്ലാതെ അങ്ങോട്ട് അരിഞ്ഞ് അത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ എണ്ണയിൽ നല്ലോണം വാട്ടിയെടുക്കുക. അപ്പോൾ ലേസപ്പിട്ട് മൂടി വെച്ചാൽ എളുപ്പം വാടി കിട്ടും. പിന്നെ കൂന്തൾ എപ്പോഴും നമ്മൾ ഇങ്ങനെ നുറുക്കാൻ കേട്ടോ നല്ലത്. വട്ടത്തിൽ നുറുക്കിയെടുത്താലുണ്ടല്ലോ മസാല നല്ല പിടിച്ച് കിട്ടും. അല്ലെങ്കിൽ നമ്മളെ കൂന്തൽ വെളുത്ത് ഇങ്ങനെ കാണും. ആ വെളുത്ത് കാണാതിരിക്കാനാണ് ഈ പണി ചെയ്യണത്. അത് വാടുമ്പോഴത്തേന് 2 സ്പൂണ് കുരുമുളകും 2 സ്പൂണ് വലിയ ജീരകം ഇട്ടെടുത്ത് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കട്ടെ, നമ്മളെ കൂന്തൾക്ക് വേണ്ടതാണ്. അങ്ങനെ അത് ഞാൻ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളെ ചട്ടി ഒന്ന് തുറന്ന് നോക്കാം. നമ്മളെ ഉള്ളി നല്ലോണം വാടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായി ഒന്നും പാടെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് മസാലയാണ് ആദ്യം ചേർക്കണത്. ഞാൻ ആ കുരുമുളകും വലിയ ജീരകവും പൊടിച്ച് വെച്ചത് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലേശം മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഗരം മസാല വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാൻ, ഞാൻ ഗരം മസാല ചേർത്തിട്ടില്ല. ഇനി ഈ മസാലയുടെ പച്ച മണമൊക്കെ പോവോളം നമ്മൾ നല്ലോണം വാട്ടിയെടുക്കുക. നമ്മൾ തക്കാളി അതിൻ്റെ ശേഷം ഇട്ട് കൊടുക്കുക കേട്ടോ. തക്കാളി 2 ചെറുതായി അരിഞ്ഞ് ഇട്ടുകൊടുത്ത് നല്ലോണം ഇളക്കി മൂടി വെക്കുക. തീ നല്ലോണം കുറച്ച് വെച്ചിട്ടുണ്ട്, വാടട്ടെ. അപ്പത്തിന് നമുക്ക് പുട്ടൊന്ന് ചുട്ടെടുക്കാം കേട്ടോ. നമുക്ക് പിന്നെ 2 കുറ്റി പുട്ടുണ്ടെങ്കിൽ തന്നെ ഇഷ്ടം പോലെ ഇക്കാരം. അങ്ങനെ ഈ ചട്ടി ഒന്ന് തുറന്ന് ഉള്ളിയും തക്കാളിയൊക്കെ നല്ല വാടിയിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. അതിക്ക് നമ്മൾ കെഗ്ഗി വാരി വെച്ച കൂന്തൾ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കുക. എന്നിട്ട് നമ്മൾ ചെറുനാരങ്ങയുടെ നീര് ഒറ്റിച്ച് കൊടുക്കട്ടോ. ഒരു വലിയ ചെറുനാരങ്ങയുടെ നീര് തന്നെ ഞാൻ ഒറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. കുരു പെടരുത്, ചെറിയൊരു പുളിക്ക് വാണ്ടിങ്ങാണ്ട്. അങ്ങനെ വെള്ളം പാർന്നു കൊടുത്ത് ഒന്നങ്ങോട്ട് മൂടി വെച്ചിട്ടുണ്ട്. പുട്ട് ചുടൽ കഴിഞ്ഞിട്ടുണ്ട്. അതിലിടക്ക് കൂന്തളിന് ചെറിയൊരു വേവൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ കുറച്ച് തിരുമ്പി വെച്ചിരുന്നു. ബാക്കിയുള്ളതും പാടെ തിരുമ്പിങ്ങാണ്ട് മുഴുവനാക്കി അവിടെ വാരി വെച്ചിട്ടുണ്ട്. ലേസൊക്കെ കംഫർട്ടിൽ മുക്കി വെച്ചതിൻ്റെ ശേഷം ഞങ്ങളിരുന്ന് ചായ കുടിച്ചാണ്. അപ്പം ഷാലും മോനും ഈ പറഞ്ഞ മാതിരി കോഴിപ്പാട്സ് ഇല്ല അറിഞ്ഞിട്ടില്ല കേട്ടോ. പഴം നമ്മൾ അയൽവാസിയോട് നിന്ന് തന്നതാണ്. അത് കണ്ടപ്പോൾ പഴം പുട്ടും ഭയങ്കര ഇഷ്ടം. അങ്ങനെ അത് തിന്നു വന്ന് നോക്കുമ്പോൾ നമ്മൾ അടുപ്പ് ഇങ്ങനെ കത്താതെ കെടുക്കുന്നുണ്ട് കേട്ടോ. കൂന്തൾ തുറന്ന് നോക്കുക. അപ്പം ഗ്യാസ് കഴിഞ്ഞിക്കാണ്, വെള്ളം കുറച്ചും പാടെ വറ്റാണ്ട്. അപ്പം ഗ്യാസ് തുറക്കാൻ വെക്കണില്ല എന്ന് പറയണോല് നോക്കിക്കോളി. ഈ കവറ് വെല്ലം എടുക്കുക. എന്നിട്ട് ഈ നൂലുണ്ടല്ലോ, ഈ നൂല് ഈ ഒരു സൈഡിലേക്ക് ഒന്നും ഇങ്ങോട്ട് വലിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ മേലത്തെ അടപ്പ് വെല്ലം അങ്ങോട്ട് തുറന്നാൽ അങ്ങോട്ട് പോരും കേട്ടോ. ഇത് തുറക്കാൻ അധികം ആൾക്കും പ്രയാസമായി. കാരണം അപ്പം ഇങ്ങനെ തുറന്നിട്ടുണ്ടെങ്കിൽ ഗ്യാസ് പെട്ടെന്ന് നമുക്ക് തുറക്കാൻ വയ്ക്കും. അതിനൊരാളെ കാത്തിക്കണ്ടെന്നൊരാവശ്യമില്ല. പിന്നെ അടുപ്പൊക്കെ കത്തിച്ചുണ്ടായി, ചട്ടിയൊക്കെ ചെറുതായി ചൂടായിരുന്നു. പിന്നെ വെള്ളമൊക്കെ വറ്റാനായിട്ടുണ്ട്. അപ്പം ഞാനതൊന്ന് തുറന്നിട്ട് ഇനിയൊന്ന് ചെറുതായി ഇളക്കി കൊടുത്തിട്ട് അയിക്കും ലേശം മല്ലിച്ചപ്പും വേപ്പിൻ്റെ ഇലയൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. അതൊക്കെ അരിഞ്ഞിട്ട് കൊടുത്ത് ഒന്നും ഇങ്ങോട്ട് ഇളക്കിങ്ങാണ്ട് ഒന്നും പാടെ മൂടി ഇങ്ങോട്ട് വെക്കുകയാണ്. അപ്പം നമ്മളെ കൂന്തൽ ഫ്രൈ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്ന് നല്ല വിഭവങ്ങളൊക്കെ കണ്ടില്ല, നല്ല മസാല പെരണ്ടിങ്ങാണ്ടാണ് ഇത്. നമ്മൾ മറ്റേ ചേലിക്ക് ആ കൂന്തൽ മുറിച്ചുണു വെച്ചാൽ ഒരിക്കലും ഇതുപോലെ കിട്ടൂല. അങ്ങനെ എല്ലാതും ഉണക്കൽ കഴിഞ്ഞ് വെയിലൊക്കെ തെറിച്ച് വരുന്നുണ്ട്. അപ്പം ഇന്നത്തെ വിഭവങ്ങൾ ഒക്കെ റെഡി ആയിരിക്കുന്നുണ്ട്. പുട്ടൊക്കെ തിന്നിന് കഴിഞ്ഞിട്ടാട്ടോ ഈ വീഡിയോ ഒക്കെ എടുക്കണത്. ഗ്യാസ് കഴിഞ്ഞതിനാൽ ഇതൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ മോന് വെജായിക്ക് ഉണ്ടായി മാറിയിട്ട് ഇന്ന് നല്ല പള്ളറച്ച് ചോറുന്ന്, അത് എങ്ങനെയായാലും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം എല്ലാവരും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ഉണ്ട് നാളെ വരണ്ടേ. എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും.